ഹലോ ഫ്രണ്ട്സ്, ഇതാ കഴിഞ്ഞ ദിവസം എൻ്റെ അരങ്ങേറ്റത്തിന് ഒരുക്കിയതിൻ്റെ ബാക്കിയാണ്. അപ്പം കണ്ണൊക്കെ എഴുതിയിട്ട് പിരുകൊക്കെ വരച്ചു. അത് കഴിഞ്ഞ് ക്ലിപ്പിങ്ങനെ കുത്തി വടയൊക്കെ വെച്ച് മുടി പിന്നി. അത് ഞാൻ അവിടെ ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി എന്നെ ആയിരുന്നു ഒരുക്കിയത് ആദ്യമേ. പിന്നെ അത് ഇങ്ങനെ ക്ലിപ്പൊക്കെ കുത്തി മുടിയൊക്കെ ശരിയാക്കി. പിന്നെ ഇങ്ങനെ തലയിൽ ക്ലിപ്പൊക്കെ കുത്തുന്ന ചന്ദ്രക്കൊലയിൽ അമ്പിളിയമ്മാവൻ ഇങ്ങനെ കുത്തുന്നില്ലേ, അത് തൊട്ട് തലയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് നമ്മൾ രണ്ടിടത്തും ഇങ്ങനെ കെട്ടി വെക്കുവാണ്. കറുത്ത ഇങ്ങനെ വള്ളിയിട്ട് കെട്ടി വെക്കുവാണ് പുറകിലോട്ടെ. അപ്പോഴത്തേക്കും കാണാൻ കുറച്ച് കുഴപ്പമില്ല, മുടിയാണ്. പക്ഷെ ചെറുതായിട്ട് വെയിന് എടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വെച്ച് പിന്നെ അത് വേറെ ഏതൊക്കെ സാധനങ്ങളൊക്കെ വെക്കുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും അറിഞ്ഞൂടാ. ഇതിങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്ന ഒരു സാധനം നെറ്റിച്ചൂട്ടിയാണ്. ഈ ഇപ്പം കെട്ടുന്ന നെറ്റിച്ചൂട്ടി അത് പുറകിലോട്ടും ഇങ്ങനെയുള്ള. പിന്നെ ഞങ്ങൾ അതിങ്ങനെ കെട്ടി വെച്ച് കുറച്ച് നേരം എടുത്തായിരുന്നു. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് നേരം എടുത്തു ഇങ്ങനെ മുടിയിൽ സെറ്റാക്കാൻ. മേക്കപ്പ് ചെയ്യാൻ കുറച്ചേറെ നേരം എടുത്തായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് മുടി സെറ്റാക്കും. കുറേ മാലയൊക്കെ ഉണ്ട്, 2 മാലയാണ്. അപ്പം ഇതിങ്ങനെ വണ്ടയിലൂടെ ഇങ്ങനെ ഇട്ട് ചുറ്റി ആ വടയിലേക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കയറ്റി ക്ലിപ്പും വെച്ച് മറ്റേ ആ ക്ലിപ്പും വെച്ചൊന്ന് കയറ്റി കൊടുക്കുവാണേ. അവസാനം ആയപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഇഷ്ടമായിരുന്നു. നല്ല ഡ്രസ്സായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട മജന്ത റോസും പച്ചയും. നല്ല പച്ചയായിരുന്നു. തയ്ച്ച് കിട്ടിയപ്പോഴത്തേക്കും അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അതെല്ലാം തലയിൽ വെച്ച് ഇങ്ങനെ തലയിൽ കുത്തുന്ന വടി പോലത്തെ ക്ലിപ്പില്ല, ആ ക്ലിപ്പും വെച്ചാണ് ഇങ്ങനെ കുത്തുന്നത്. പിന്നെ അത് ചെറുതായിട്ടൊന്ന് ഇറുകിപ്പോയായിരുന്നു. നല്ല സാരിയായിരുന്നു, നല്ല ഞൂറിയൊക്കെ ഉള്ള സാരിയായിരുന്നേ. അപ്പം അത് മറ്റ് നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇങ്ങനെ അതിൻ്റെ അകത്ത് എന്താ പോലെ തലയിലൊക്കെ വെച്ചപ്പോഴത്തേക്ക് കപ്പിന് നല്ല അത്യാവശ്യത്തിന് വലുപ്പമുള്ള കമ്മലൊക്കെ ആയിരുന്നു. വെയിറ്റ് ഉണ്ടായിരുന്നു, ഒരു കാതി വെയിറ്റ് ഉണ്ടായിരുന്നു. അത് കാരണം കുറച്ച് നേരത്തേക്ക് പോകാൻ നേരം കുത്താന്ന് പറഞ്ഞ് ഊരി വെച്ചു. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ കമ്മൽ ഇടുന്നതാണ് ഇത്. 2 സൈഡിലും നല്ല ചുമപ്പ് കളറുള്ളതായിരുന്നു. പച്ച കളർ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മുത്തൊക്കെ പോയി. അത് കാരണം ചുമപ്പ് തന്നെ എടുത്തു. ചുമപ്പിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റി ഉള്ള ചുമപ്പൊക്കെ ആയിരുന്നു. ചുമപ്പാണെങ്കിൽ ഇങ്ങനെ വെള്ളം മുത്തൊക്കെ പൊങ്ങിയൊക്കെ ആയിരുന്നു ഫോണിൽ നോക്കിയപ്പോൾ. പക്ഷെ ഇപ്പം റിയലായിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ആ കമ്മലിൻ്റെ സാധനം വെക്കുമ്പം ആ ക്ലിപ്പ് തന്നെ ഇങ്ങനെ കയറ്റി വെക്കും, അല്ലാതെ വെക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ മുടിയിൽ ആ പൂവില്ലേ, ആ പൂവ് ഇങ്ങനെ അത് നൂലി തന്നെയാണ് വരുന്നത്. ആ പൂവും വെക്കും. 2 എണ്ണം ഇല്ലായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം ചുമപ്പും ഉണ്ടായിരുന്നു, ഒരെണ്ണത്തിൻ്റെ അകത്ത് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്ന് പറയുന്ന പൂക്കള്. അപ്പം ഞാനിങ്ങനെ പൊട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു. പിന്നെ അതിങ്ങനെ തലയിൽ കുത്തിക്കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഡ്രസ്സ് മാറിയത്. അവസാന ലുക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പിന്നൊക്കെ വെച്ച് ഇങ്ങനെ കയറ്റി വെച്ചു. പിന്നെ രണ്ടാമത്തെ പൂവ് ഇങ്ങനെ നമ്മുടെ വടയുടെ ചുറ്റിനും ആയിരുന്നു കിട്ടിയത്. അതും കൂടെ ആയപ്പോഴത്തേക്ക് എന്തോ പോലെ തോന്നി. എന്നാലും കളിച്ചപ്പോൾ ഒന്നും തോന്നിയില്ലായിരുന്നു. അത് ഇങ്ങനെ കെട്ടിവെച്ച് പിന്നെ മുടി ഫ്രണ്ടിലോട്ട് ഇടുക, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അത് കയറി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇതാണ് 2 മാലയെന്ന് ഞാൻ പറഞ്ഞത്. കുഞ്ഞതാണ് ഒരെണ്ണം, നെക്ലേസ് പോയിട്ട് ഒരു കുഞ്ഞ് നെക്ലേസ് പോലെ. പിന്നെ എന്തോ പോലെ തോന്നിയതിൻ്റെയാണിത്. പിന്നെ ഇത് ഒരു അമ്മയെന്ന് പറഞ്ഞൊരു കൊച്ച, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചാണ്. ഞങ്ങളുടെ വലിയ മാല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇട്ടത്. ആദ്യമേ ചെറുതായിരുന്നു ഇട്ടത്. പിന്നെ ഞങ്ങൾ ചോം പേപ്പറൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ അങ്ങനെ
പോയി. ഞങ്ങൾ മാല പോവാൻ നേരം ഇട്ടേ. അത് കാരണം ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഞാൻ മതൻ്റെ ദിവസം ഇതാണ് മറ്റേ മാല. ഈ ചേട്ടനാണ് ഞങ്ങളെ ഒരുക്കിയത്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഇട്ടപ്പോഴത്തേക്കും എനിക്കും കോമഡി ആയിപ്പോയി. ആ പാൻറ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ എടുത്തു കൊടുത്ത സാരിയാണ്. അതിങ്ങനെ വള്ളിയും വെച്ച് തയ്ച്ച് കിട്ടിയപ്പോഴത്തേക്കും ആ പച്ച നല്ല ഭംഗിയായിരുന്നു കാണാൻ. ആദ്യമേ എന്താ പോലെ തോന്നിയായിരുന്നു. പക്ഷെ രണ്ടും കൂടി ആയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യത്തിന് ഞൂറി ഉണ്ടായിരുന്നു. നല്ല ഞൂറി ഉണ്ടായിരുന്നു. പിന്നെ സെറ്റിപ്പിനും വെച്ചൊക്കെ എങ്ങനെയൊക്കെയോ കേറ്റൊക്കെ സെറ്റാക്കി അരപ്പട്ടയും വെച്ച് കെട്ടിയപ്പോഴത്തേക്കും കുറച്ച് ഇറുകി. ഒരു കമ്മലില്ലാത്തതിൻ്റെ ആണ് ഇപ്പോഴത്തെ കാര്യത്തിൽ. പിന്നെ ഇതാണ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉടുപ്പിക്കും. അത് ഇങ്ങനെ ഉടുപ്പിച്ചിട്ട് ഇതാണ് എൻ്റെ മാല. അതിട്ടിട്ട് ഇങ്ങനെ ഇതാണ് അരപ്പട്ടയും കെട്ടി അത് പുറകെ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അതും കെട്ടി വെച്ച് ഇതാണ് ഫൈനൽ ലുക്ക് വന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാലയാണിത്. പിന്നെ ഇതാണ് ഫൈനൽ ലുക്ക് വന്നേക്കുന്നത്. വളയും മോതിരം കൂടി ഇനി ഇടണം. ഇതാണ് സ്റ്റേജ്, കളിക്കാൻ പോകുന്ന സ്റ്റേജ്. കസേരയൊക്കെ നേരത്തെ വെച്ച് സെറ്റാക്കി. ഇതാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത് സ്ഥലം. ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു, മറ്റേ ഫോട്ടോ എടുക്കുന്ന ക്യാമറ. പിന്നെ കണ്ണിൻ്റെ വണ്ട ലൈഷാഡൊക്കെ ഇട്ട് മൂക്കൂത്തി, 2 മൂക്കൂത്തി ഓരോ മൂക്കിലും. അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ കൂട്ടുകാരിയാണ്. അത് മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഒരു പൊട്ടാണ്, നീട്ടമുള്ള പൊട്ടില്ല, ആ പൊട്ടാണ്. പിന്നെ ഈ 2 വശത്ത് പശ തേച്ചിട്ട് ഇങ്ങനെ അമ്മയ്ക്ക് വെക്കത്തുള്ളൂ. കണ്ണിൻ്റെ മണ്ട മറ്റേ സാധനം വെക്കുന്ന അതിനും പശ തേച്ചിട്ടാണ്. പശ മാത്രം തേച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്കും ഇടുന്നുണ്ട്. ഈ സമയത്താണ് മൂക്കൂത്തൊക്കെ വെക്കുന്ന സമയത്തായിരുന്നു ലിപ്സ്റ്റിക്കും ഇടുന്നത്. പിന്നെ വീണ്ടും ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവസാനമായപ്പോഴത്തേക്കും. അതൊക്കെ വലിയവരെ കഴിഞ്ഞ വർഷത്തെ അരങ്ങേറ്റം കയറി വരും ഇതിൻ്റെ ഒപ്പം കളിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കണ്ണിന് വേണ്ടി വെക്കുന്ന സാധനം. അതിൻ്റെ പേര് ഞാൻ മറന്നു വിട്ടു. ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ഒരു ഗ്ലാമറും കൂടെ തോന്നിച്ചു. അവിടെ വലിയ ലൈറ്റ് ഇല്ലായിരുന്നു, അത് കാരണമാണ് ഇങ്ങനെ ഒരു ചമ്മൽ പോലെ ഇരിക്കുന്നത്. എന്നാലും നല്ലതായിരുന്നു. ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ലൈറ്റ് നിർത്തി, ഫാനൊക്കെ നിർത്തിയിട്ടായിരുന്നു. അത് കാരണം മൂക്കൂത്തിയൊക്കെ വെച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു. 2 മൂക്കൂത്തി, ഒരെണ്ണം പൊട്ട് പോലെ ഇരിക്കുന്ന ഒരു കുഞ്ഞു മൂക്കൂത്തി, അത് റെഡ് കളറായിരുന്നേ. പിന്നെ 2 കണ്ണിൻ്റെ മണ്ടയിലും വെക്കുമ്പോൾ അടച്ചു പിടിക്കണം. പശ അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്ത് പോവും. ഇങ്ങനെ കണ്ണടച്ച് പിടിച്ചിട്ടാണ് പശ തേക്കുന്നത്. പിന്നെ എൻ്റെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കുന്നതാണ്. അവിടെ നിന്ന് ഇവരാണ് 2 പേരുണ്ടായിരുന്നു ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി. ലൈറ്റ് കാണിക്കുന്നതാണ്. കണ്ടോ, നല്ല ഭംഗിയല്ലായിരുന്നോ വെട്ടത്തിലൊക്കെ കണ്ടപ്പോൾ. പിന്നെ ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. ഇതാണ് എൻ്റെ വള, മജന്ത റോസ് കളറും പിങ്ക്. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളയിൽ കല്ലുള്ളത്. പിന്നെ ഇതാണ് ഫോട്ടോ എടുത്തത്. ഇത് കാറിൻ്റെ താഴെ എടുത്തുകൊണ്ട് കയറി ഇരുന്നതാണ്. അപ്പം ഇവിടെയാണ് കുറച്ച് തിരക്കായിരുന്നു, അത് കാരണമാണ്. ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. വൈകിട്ടായി. ഇപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കയറി ഓരോ കയ്യിലും 2 എണ്ണം വെച്ചായിരുന്നു മോതിരം. ചേട്ടായിക്ക് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വേണ്ടി എന്നെ ദേഷ്യം പിടിച്ചപ്പോൾ ഒറ്റ ഉണ്ട് വെച്ച് കൊടുത്തു. എന്നാലും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ ചേട്ടായി. ഇടയ്ക്കിടയ്ക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലങ്കയൊക്കെ കൈ പിടിച്ച് ദക്ഷിണ ടീച്ചറിൻ്റെ കൈ കൊടുക്കണം. ചിലങ്കയാണ് എൻ്റെ ഒരു കയ്യിൽ, ഒരു കൈ ദക്ഷിണയ്ക്കുള്ള